ശൃംഗേരി മഠാധിപതി ശ്രീ ശ്രീ വിധുശേഖര ഭാരതി അദ്ദേഹം ഒരു വീഡിയോ മഠത്തിന്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തു. അത് നമ്മുടെ ಮಾಧ್ಯಮಗಳೆಲ್ಲ അങ്ങ് ಮುಕ್ಕಿ. ಇವತ್ತಿನ ದಿವಸ ದೇಶದಲ್ಲಿ ಅನೇಕ ಕಡೆಗಳಲ್ಲಿ ಹಿಂದೂ ಧರ್ಮದ ಒಂದು ಸ್ಥಿತಿ ಹೇಗಿದೆ ಅನ್ನೋದನ್ನ ಎಲ್ಲರೂ ಸಹ ತಿಳ್ಕೊಳ್ಬೇಕು. ಚೆನ್ನಾಗಿರುವಂತಹ ಸ್ಥಳಗಳು ಬೇರೆ, ಆದ್ರೆ ಎಲ್ಲಿ ಚೆನ್ನಾಗಿಲ್ವೋ ಅಲ್ಲಿಂದ ಅದು ಪ್ರಾರಂಭವಾಗಿ ಇವತ್ತಿನ ದಿವಸ ಚೆನ್ನಾಗಿದೆ ಅನ್ನೋ ಜಾಗಕ್ಕೆ ಬರ್ಲಿಕ್ಕೆ ಜಾಸ್ತಿ ಸಮಯ ಏನಿಲ್ಲ. അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടതിന്റെ ഒരു ആവശ്യകതയാണ്. എന്താണ് ഇപ്പോൾ അത് പറയാനുള്ള സാഹചര്യം? പ്രജിത, ഈ ശ്രീ വിധുശേഖര ഭാരതി സ്വാമികൾ ഇപ്പോൾ ഈ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് ശൃംഗേരി മഠത്തിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ശ്രീ ജഗദ്ഗുരു ശങ്കരാചാര്യർ സ്ഥാപിച്ച ആശ്രമങ്ങളിലൊന്നാണ് ശൃംഗേരി മഠം. 1000-ഓളം വർഷങ്ങളുടെ പഴക്കമുണ്ട് അത് ആ മഠത്തിന്. അവർ എല്ലാ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് പതിവ്. രാഷ്ട്രീയമായോ അതല്ല വിവാദപരമായ കാര്യങ്ങളിലൊന്നും അവർ ഇതുവരെ ഇടപെട്ടിട്ടില്ല. അവിടെ വേദപഠനം, ഗവേഷണം, ഇങ്ങനെ തർക്കം, ശാസ്ത്രം ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇവയിലെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠനവും ഗവേഷണമൊക്കെ നടന്നു വരുന്ന ഒരു സ്ഥാപനമാണത്. അത് കൂടാണ്ട് ഈ യുവ സന്യാസിമാരെ പരിശീലിപ്പിക്കുന്ന, അതും വളരെ ശക്തിയായ, വളരെ കർശനമായ ആശ്രമ അന്തരീക്ഷത്തിലാണ് അവിടുത്തെ പരിശീലനങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു മഠം എന്തുകൊണ്ട് ഈ ഒരു സമയത്ത്, പ്രത്യേക സമയത്ത് ഇങ്ങനെ ഒരു സന്ദേശം മഠാധിപതി പുറപ്പെടുവിച്ചു എന്നുള്ളത് ചിന്തനീയമാണ്. കാരണം വിധുശേഖര ഭാരതി സ്വാമികൾ ഒരിക്കലും അങ്ങനെ പബ്ലിക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വഴിയൊന്നും രംഗത്ത് വരാറില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് നമ്മളുടെ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലവ് ജിഹാദ്, കോർപ്പറേറ്റ് ജിഹാദ്, അതുപോലെ ദിനംപ്രതി എന്നോണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്ന ലവ് ജിഹാദും ഹിന്ദു മതത്തിനും സനാതനധർമ്മ മൂല്യങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ശ്രീ വിധുശേഖര ഭാരതി സ്വാമികളുടെ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. അതായത് ഹിന്ദു മതവും സനാതനധർമ്മവും മുമ്പെങ്ങുമില്ലാത്ത വിധം ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വിവിധ ദിശകളിൽ നിന്നായി, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട്. അദ്ദേഹം ഈ ലവ് ജിഹാദിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ അത് വളരെ വ്യക്തമാണ് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തുകൊണ്ട് നമ്മളുടെ തലമുറയെ, യുവതലമുറയെ, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള ജെൻസിയെ ജാഗരൂകരാക്കണം എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. ഹിന്ദു മതം പൊതുവെ സനാതനധർമ്മ വിശ്വാസികൾ ആരും തന്നെ ഒരു ആക്രമണത്തിനോ അതല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള പ്രവൃത്തികൾക്കൊന്നും പോവാറില്ല. പക്ഷെ നമ്മളെല്ലാം വളരെ ലളിതമായിട്ടാണ് എടുക്കുക, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട്. എന്തെങ്കിലും പ്രശ്നം, നമ്മളെ ആരെങ്കിലും പരിഹസിച്ചാൽ കൂടി നമ്മൾ നടന്നു പോട്ടെ എന്ന് വിചാരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ലവ് ജിഹാദിന് നമ്മൾ കൊടുക്കാറുള്ള ഒരു അപ്രോച്ച്. നമ്മുടെ അപ്രോച്ച്, നമ്മുടെ സമീപനം വളരെ തെറ്റാണ്. നമ്മുടെ സമൂഹത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ ലവ് ജിഹാദിനെ കാണാൻ ഇതുവരെ നമ്മൾ കൂട്ടാക്കിയിട്ടില്ല. ഒരു ന്യൂനപക്ഷം അത് അങ്ങനെ ന്യൂനപക്ഷ ആയിട്ടുള്ള ആൾക്കാർ അതിനെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കൂടി ഒരു മൃഗീയ ഭൂരിപക്ഷവും ഇതിനെതിരെ പ്രതികരിക്കാറില്ല. സ്വന്തം വീടിന് തീ പിടിക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കാറുള്ളൂ. അപ്പോൾ അതിന് പ്രതിരോധിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കുക എന്നുള്ളത് ഓരോ സനാതനധർമ്മ വിശ്വാസിയുടെയും ഹിന്ദുമത വിശ്വാസിയുടെയും ചുമതലയാണ് എന്നുള്ളതാണ് വിധുശേഖര ഭാരതി സ്വാമികൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വഴി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഓരോന്ന് വളരെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്.
അതായത് പറയുന്നത്, സനാതനധർമ്മത്തിനും ഹൈന്ദവ സമൂഹത്തിനുമെതിരെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്ന ആക്രമണങ്ങൾക്കെതിരെ ഹൈന്ദവർ ജാഗരൂകരാകണം, ജാഗ്രത പുലർത്തണം. സനാതനധർമ്മത്തിന് എതിരായി അഴിച്ചുവിട്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം. നമ്മുടെ ധാർമ്മികതയെയും സംസ്കാരത്തെയും ഇല്ലായ്മ ചെയ്യുവാനും നശിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് ചില കേന്ദ്രങ്ങൾ നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് ഹൈന്ദവ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക. ഇന്നത്തെ മാറിയ പശ്ചാത്തലത്തിൽ ധാർമ്മികതയ്ക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്ന വിവിധതരം ആക്രമണങ്ങളെക്കുറിച്ച് സനാതനധർമ്മം പിന്തുടരുന്നവരെല്ലാം ബോധവാന്മാരാകണം. വൻ ആക്രമണമാണ് ഹൈന്ദവ സമൂഹം ദിനം പ്രതി നേരിടുന്നത്. ഹൈന്ദവ ധർമ്മവും മൂല്യങ്ങളും തകർക്കപ്പെടുന്നു. രാജ്യത്ത് സൗഹാർദ്ദവും സുരക്ഷിതത്വവും സ്ഥിരതയും നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ടെങ്കിലും അവ സംരക്ഷിക്കപ്പെടണം, ശക്തിപ്പെടുത്തണം. നൂറ്റാണ്ടുകളായി ലോക സമാധാനത്തിനും ക്ഷേമത്തിനുമായി നിലനിൽക്കുന്ന സനാതന ധർമ്മമൂല്യങ്ങൾക്കെതിരെ ആ മൂല്യങ്ങൾ നശിപ്പിക്കാനും തകർക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമുക്ക് ക്ഷേത്രങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുടെ പരിപാവനത നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് എന്നിട്ടും നമ്മൾ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നത്? ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ തന്നെ എടുക്കാം. ഏതാനും ഹോട്ടലുകൾ ഭഗവാൻ കൃഷ്ണൻ്റെ ചിത്രം വെച്ചിട്ട് കുഴിമന്തി തിന്നുന്നതായിട്ടും ചിക്കൻ ബിരിയാണി കഴിപ്പിക്കുന്നതായിട്ടും ഒക്കെയുള്ള പടം പ്രസിദ്ധീകരിക്കേണ്ടായി. പ്രജിതിക്ക് ഓർമ്മയുണ്ടോ, 2015 ചാർലി ഹെബ്ഡോ എന്ന് പറയുന്ന ഒരു മാസിക, ഫ്രഞ്ച് മാസികയ്ക്ക് നേരെ ഇസ്ലാമിക് ഭീകരവാദികൾ ആക്രമണം നടത്തി 15 പേരെയിട്ട് കൊന്നു. ആ മാസികയുടെ പബ്ലിക്കേഷൻ ഡയറക്ടറും അതുപോലെ ഏതാണ്ട് 10ഓളം കാർട്ടൂണിസ്റ്റുകളെ അവർ വെടിവെച്ച് കൊന്നു. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ചാർലി ഹെബ്ഡോ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ ഹാസ്യ മാസികയിൽ മുഹമ്മദിനെ ഒരു കാരിക്കേച്ചർ ഒരു വളരെ എന്താ പറയുക കാർട്ടൂൺ കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. അവർ ലോകത്തിലെ എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും പ്രതികരിക്കാറുണ്ട്. നർമ്മരസത്തോടെ, ഹാസ്യരസമായിട്ട് അവർ വളരെയധികം ചിത്രങ്ങളെല്ലാം വരച്ച് വളരെ പോപ്പുലറായിരുന്നു യൂറോപ്യൻ ജനങ്ങൾക്കിടയിൽ ഈ മാസിക. ആ കാലത്താണ് അവർ ഈ എന്താണ് ശരിയ നിയമമൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഗൗരവമായിട്ട് നടക്കുമ്പോൾ ഈ ഷറിയ നിയമം ജിഹാദികൾ, അതല്ലെങ്കിൽ വേറൊരു പേരുണ്ടല്ലോ ജിഹാദികൾക്ക് കൂടാതെ, ഫിദായിൻസ് എന്നൊക്കെ പറയുന്ന ചർച്ച രൂക്ഷമായപ്പോഴാണ് അവർ മുഹമ്മദിനെ എന്താ പറയുന്നത് ഷരിയ ഹെബ്ഡോ എന്നോ എന്തോട്ട് പറഞ്ഞ് ഷാരിയയുടെ അള്ളാഹ് ആണ് എന്ന് പറഞ്ഞിട്ട് ചിത്രീകരിച്ചതും കവർ സ്റ്റോറിയിൽ ഞാനാണ് ചീഫ് എഡിറ്റർ എന്ന് പറഞ്ഞൊരു പടം വരച്ചതും. അതിൽ പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് 2015 ജാനുവരി 7 ഇവർ ഈ മാസിക കയറി ആക്രമിച്ചത്, വെടിവെച്ച് കൊന്നത്. തീവ്രവാദികളാണ് ഇത്. നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒരു ഉദാഹരണം കിടക്കുന്നുണ്ട്, ജോസഫ് മാഷ്. മുഹമ്മദിനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുകയും കോടതിയിലടക്കം അദ്ദേഹം അത് പറയുകയും ഒക്കെ ചെയ്തിട്ടും അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അടക്കം ഒന്നടങ്കം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ? അത് അടുത്ത കാലത്ത് നടന്ന സംഭവമാണ്. ഇത് എന്നും നടക്കണതാണ്. ഇതിനു മുമ്പ് പണ്ട് നമുക്കിപ്പോൾ പ്രജിതിക്കൊക്കെ ഓർമ്മയുണ്ടോ, സാത്താനിക് വേഴ്സസ് എന്ന് പറഞ്ഞ സൽമാൻ റഷ്ദിയുടെ പുസ്തകം നിരോധിക്കണം എന്ന് പറയുകയും അയാളെ കൊല്ലുന്നവർക്ക് കോടിക്കണക്കിന് രൂപ സമ്മാനം കൊടുക്കുകയും ഫട്വ പുറപ്പെടുവിക്കുകയും ചെയ്ത ആൾക്കാരാണ്. ഇന്ത്യയിൽ തന്നെ 1986 ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു, ദ കൽക്കത്ത ഖുറാൻ പെറ്റീഷൻ എന്ന് പറഞ്ഞ്. സീതാറാം ഗോയലും ചമൻലാൽ ചോപ്ര എന്ന് പറഞ്ഞ വേറൊരു എഴുത്തുകാരനും കൂടി ചേർന്നിട്ട് അവർ ചോദിച്ചത് ഇതാണ്, ഖുറാനിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഖുറാനിൽ ഞാൻ അതിൻ്റെ എക്സാക്ട് ഫിഗർ ഞാനിപ്പോൾ നമ്മൾ ചർച്ച നടത്തുന്നതിന് പെട്ടെന്ന് എനിക്ക് ഹദീത്ത് എന്തോ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിലവർ എഴുതിയിട്ടുണ്ട്, ഖുറാനിൽ വിശ്വസിക്കാത്തവരെ കഴുത്തറുത്ത് കൊല്ലണം. അത് മാത്രമേ ഒരു ശിക്ഷയുള്ളൂ, കഴുത്തറുത്ത് കൊല്ലണം എന്ന്. അപ്പോൾ ഈ ചമൻലാൽ ചോപ്ര കോടതിയെ സമീപിച്ചത്, ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾസിന് വിരുദ്ധമല്ലേ ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് ചോദിച്ചതിന് അദ്ദേഹത്തോട് കോടതി പറഞ്ഞു, നിങ്ങൾ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കണോ, നിങ്ങൾ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് നിങ്ങളെ കേസെടുത്ത് ജയിലിൽ പിടിച്ചിടാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക ചെയ്ത്. ആ പുസ്തകം വളരെ വിവാദമായി. മുസ്ലിംസിനോട് ആ പുസ്തകത്തിനെ പറ്റി പറഞ്ഞ
അവർ വളരെയധികം എന്താ പറയുക രോഷാകുലരാകും. കൽക്കത്ത ഖുറാൻ പെറ്റീഷൻ പബ്ലിഷ്ഡ് ബൈ സീതാറാം ഗോയൽ. സീതാറാം ഗോയലും ചമൻലാൽ ചോപ്രയും കൂടി എഴുതിയ പുസ്തകമാണ്. പിന്നെ അത് കൂടാണ്ട് വേറൊരു കാര്യമുണ്ട്, ഞാൻ പറയാം. പണ്ട് ഒരു ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന മദ്യം ഇവിടെ മാർക്കറ്റിൽ വന്നപ്പോൾ ഈ പള്ളിയിൽ അച്ഛന്മാർ എന്താ പറയുക, കത്തോലിക്ക സഭയുടെ ആണെങ്കിലും ആയിക്കോട്ടെ, യാക്കോബായ സഭയുടെ ആയിക്കോട്ടെ, അവരതിനെതിരെ ശക്തമായി രംഗത്ത് വന്നതാണ്. ഇത് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ വിൽക്കുന്നുണ്ട് ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്താ പറയുക, മദ്യം ഇവിടെ വിൽക്കാൻ പാടില്ല, ആ പേര് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കി. അവർക്ക് അവരുടെ മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമ്മൾ എന്താ ഹർട്ട് ചെയ്യാനോ നർമ്മരസത്തിൽ എന്തെങ്കിലും പറയാനോ പാടില്ല. അവർക്ക് ആരെ വേണമെങ്കിലും എന്തു വേണമെങ്കിലും പറയാം. ആ ഒരു എന്താ അപ്രോച്ച് അത് തീരെ എന്താ ആശാസ്യകരമല്ല. അത് ശരി. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ശൃംഗേരി മഠം എന്ന് പറയുന്നത് എങ്ങനെ പോകുന്നതാണ്, അതിൻ്റെ ചുറ്റുവട്ടം എങ്ങനെയൊക്കെയാണ്. അവർ ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് അവിടുത്തെ മഠാധിപതികൾ വന്നിട്ടില്ല. ഇതുപോലെ തന്നെ ചേർത്ത് വെക്കേണ്ട ഒന്നായിട്ട് എനിക്ക് തോന്നിയത് ചിദാനന്ദപുരി സ്വാമി, അദ്ദേഹം ഇലക്ഷന് മുമ്പ് ഒരു മെസ്സേജ് ഇതുപോലെ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ സാധാരണ ഹൈന്ദവ സംബന്ധി ആചാര്യന്മാരൊന്നും തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇത്തരത്തിൽ പറയാറില്ല. പക്ഷെ അത് പറയേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഈ രണ്ട് സ്വാമിമാരും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ മതസ്പർദ്ധ വളർത്തുകയും നേരെ തിരിച്ച് ചെയ്യുമ്പോൾ അത് മതേതരത്വവുമായി മാറുന്നൊരു സാഹചര്യം ഇവിടെ ഉള്ളത്. അത് ഈ നമ്മളുടെ സന്യാസി വര്യന്മാർ അവരൊരിക്കലും ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടാറില്ല. അവരെപ്പോഴും ധാർമ്മികപരമായ കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടത്ര എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ചുമതല. അതല്ലെങ്കിൽ വേദങ്ങളിലും ഉപനിഷത്തുകളിലും അതുപോലെ നമ്മുടെ ഭഗവത്ഗീതയിലോ രാമായണത്തിലോ മഹാഭാരതത്തിലോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ചുമതല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പണ്ട് രാജഭരണം നടന്നിരുന്ന കാലത്ത് നമ്മുടെ രാജാക്കന്മാരെല്ലാവരും തന്നെ ഈ സന്യാസി വര്യന്മാരെ കാണാനായിട്ട് മൈലുകളോളം സഞ്ചരിക്കുകയും അവരിൽ നിന്നും അഭിപ്രായം തേടുകയും അവരിൽ നിന്ന് ഉപദേശം നേടുകയും അവരുടെ നിർദ്ദേശം എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് രാമായണത്തിൽ തന്നെ ഒരു കഥയുണ്ട്. ലോമപാദ് മഹാരാജാവിൻ്റെ നാട്ടിൽ ഭയങ്കര എന്താ പറയുക ഇത് വരുന്നു, മഴ പെയ്യാറില്ല. അവിടെ വരൾച്ച വന്ന് വർഷങ്ങളോളായിട്ടും കൃഷി ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ ഈ ലോമപാദ് മഹാരാജാവ് എത്രയോ മൈലുകളോളം നടന്നാണ് അദ്ദേഹത്തിൻ്റെ ഗുരു ആയിട്ടുള്ള രാജഗുരുവിനെ പോയി കാണുന്നത്. രാജഗുരു ഒരു കാട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഈ നമ്മുടെ ഒരു എന്താ വിഭാണ്ഡക മുനിയുടെ മകനുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഒരു യാഗം ചെയ്യിപ്പിക്കണം, അങ്ങനെയാണെങ്കിലേ മഴ പെയ്യുള്ളൂ എന്ന്. അതിനെപ്പറ്റി പല സിനിമ എടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ സെക്കൻഡറി തിങ്സ്. അത്രമാത്രം ആദരവും ബഹുമാനവുമാണ് സന്യാസി വര്യന്മാർക്ക് ഇന്ത്യയിലെ രാജാക്കന്മാരും അന്നത്തെ ഭരണകർത്താക്കളും നൽകിയിരുന്നത്. അവർ പറഞ്ഞു വിട്ട് തെറ്റിച്ച് നടക്കാറില്ല. അവരെ വഴിതെറ്റിക്കാനും ഈ സന്യാസിമാർ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയമായി ഒരു വല്ലാത്ത സാഹചര്യം കേരളത്തിലുണ്ടായപ്പോൾ തീർച്ചയായിട്ടും ചിദാനന്ദപുരി സ്വാമികളും അതല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റ് സന്യാസി വര്യന്മാരും പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിന് അവർക്ക് അവരുടെ ഉത്തരവാദിത്വമാണത്. അത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് ജനങ്ങളാണ്. കേൾക്കാതിരുന്നാൽ അത് അവരുടെ സ്വയം എന്താ പറയുന്നത് ഇതായിട്ട് മാറിക്കോളും. അപ്പോൾ അതിൽ നമുക്ക് അവർ പക്ഷെ ഒരിക്കലും മറ്റ് മതങ്ങളെ എവിടെയെങ്കിലും ഇടിച്ചു താഴ്ത്തി സംസാരിക്കണ കേട്ടിട്ടുണ്ടോ? ഞാൻ ഹിന്ദുമതം വളരെ മോശമാണെന്നാണ് പള്ളിയിൽ അച്ഛന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അല്ലെ ഹിന്ദു ദൈവങ്ങൾ എന്താണ് പാടില്ല, അതൊക്കെ എന്താ അതിന് ഒരു പേരും പറയും അവർ, ഈ മറ്റേ ഇൻഫിഡൽസ് ആണ് ഈ മറ്റേ ഐഡോലാട്രീന് ഐഡോലാട്രി നടത്തുന്ന ഇൻഫിഡൽസ് ആണ്, അവിശ്വാസികളാണ്, അവരുമായിട്ട് സംസർഗം പാടില്ല എന്ന് വരെ മറ്റ് മതങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഹിന്ദു എപ്പോഴെങ്കിലും മുസ്ലിംസ് ഒന്നും കൊള്ളില്ല, ക്രിസ്ത്യാനികളൊന്നും കൊള്ളില്ല, മറ്റ് മതങ്ങളൊന്നും കൊള്ളില്ല, നമ്മുടെ മതമാണ് നല്ലതെന്ന് പറയാറുണ്ടോ? ഒരിക്കലും പറയാറില്ല. അവർ ഇവിടെ മറ്റ് മതക്കാർ ഇവിടെ വന്ന് ഇവിടം കൈയടക്കി ഇവിടത്തുള്ള ആൾക്കാരെ മുഴുവൻ കൊല്ലും, നിർബന്ധപൂർവ്വം മതപരിവർത്തനം നടത്തിയിട്ടും കൂടി
ഇന്നും ഇവിടുത്തെ ജനസംഖ്യ 70-75% ഹിന്ദുക്കളായിട്ട് തുടരണു എന്നുള്ളത് ഈ ഹിന്ദുക്കളുടെ ടോളറൻറ്റ് അല്ലെങ്കിൽ സഹിഷ്ണുതാ മനോഭാവമാണ് കാണിക്കുന്നത്. അതിനെ മുതലെടുക്കുകയാണ് ഈ അബ്രഹാമിക് റിലീജിയൻ അല്ലെങ്കിൽ സെമിറ്റിക് റിലീജിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ശൃംഗേരി മഠാധിപതി ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധി കണ്ടിട്ടാണ്, ഈ നേരിടുന്നൊരു വൻ പ്രതിസന്ധി കണ്ടിട്ടാണ് ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഇറങ്ങുന്നത്. ഉദാഹരണത്തിനൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, മധ്യപ്രദേശിൽ നിന്ന് ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടീനെ കൊണ്ടുവന്ന് അതിൻ്റെ കല്യാണം നടത്തി കൊടുത്തു ഇവിടുത്തെ മന്ത്രിമാരും MLA-മാരും ചേർന്നിട്ട്. അവരുടെ ഭരണ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പറയുള്ളൂ, അതങ്ങനെ നടത്തി കൊടുക്കാം, കാരണം ഞങ്ങൾ ഇവിടെ മതം ഇല്ലാതാക്കാനാണ് നോക്കണേന്ന്. ഈ പറയുന്ന സെക്രട്ടറിക്ക് അയാളുടെ മതം ഇല്ലാതാക്കാൻ പറ്റുമോ? അയാൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അയാൾ ആദ്യം ചെയ്യണം അയാളുടെ മതത്തിൻ്റെ മറ്റേ ആർച്ച് ബിഷപ്പിനെയോ അല്ലെങ്കിൽ ബിഷപ്പിനെയോ കർദിനാളിനെ വിളിച്ച് ചോദിച്ചിട്ടേ അയാൾ എന്തെങ്കിലും വാതുറക്കുള്ളൂ. അപ്പോൾ അതെന്തായത് ഹിന്ദുക്കളെ ആർക്ക് വേണമെങ്കിലും ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് കയറാം. മറ്റേ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികളെ അവർ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കും. നമ്മളിപ്പോഴും അടിമകളാണ് എന്നുള്ള ഒരു മനോഭാവം ഇൻകുൾസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ശ്രമം നടത്തുന്നത്.